എല്ലാ ഭക്തജനങ്ങൾക്കും കതിർവേൽ മുരുകൻ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. 2024 ആയില്യം നക്ഷത്രത്തിന്റെ ഫലമായിട്ടാണ് ഞാൻ ഇന്ന് വന്നേക്കുന്നത്. കുറച്ച് താമസിച്ചു പോയി, കുറേ വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ 2024 ആയില്യം നക്ഷത്രക്കാരെ കാത്തിരിക്കുന്ന ഒട്ടനവധി ഭാഗ്യങ്ങളും ഉണ്ട്, ചെറിയ ചെറിയ ദോഷങ്ങളുണ്ട്. നമുക്ക് പൈസ കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യമേ ജോലിക്ക് പോകണം. ജോലിക്ക് പോകാതെ നമ്മൾ പൈസ ആണോന്ന് പറഞ്ഞാൽ പൈസ കിട്ടത്തില്ല. നമ്മൾ എത്രത്തോളം അധ്വാനിക്കുന്നു, എത്രത്തോളം നല്ല തൊഴിലുകൾ കണ്ടെത്തുന്നു, അത്രത്തോളം നമുക്ക് പൈസ ഈശ്വരൻ കിട്ടും. നമ്മൾ ചെയ്യുന്ന അനുസരിച്ച് ജോലിക്ക് പൈസ എന്തായാലും കിട്ടും. അപ്പോൾ സാമ്പത്തിക നഷ്ടങ്ങളും പ്രശ്നങ്ങളും ഇല്ലെങ്കിൽ ജോലിക്കുള്ള തടസ്സങ്ങളും മാറാൻ വേണ്ടിയാണ് നമ്മൾ ഈശ്വരാനുഗ്രഹം നേടുന്നതും ഇല്ലെങ്കിൽ അതേപോലെയുള്ള വഴിപാടുകളും പൂജാതി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പം ജോലിക്ക് പോകാതെ സാമ്പത്തികം വരണമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമില്ല. എന്ത് കാര്യമാണെങ്കിലും നമ്മൾ പ്രയത്നിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഈശ്വരൻ അതിൻ്റെ കർമ്മഫലം തരത്തുള്ളൂ. അപ്പം ആയില്യം നക്ഷത്രമൊക്കെ ഏകദേശം ഫെബ്രുവരി മാസം, അതായത് ജനുവരി തൊട്ട് ഫെബ്രുവരി മാസം വരെ ചെറിയ ചെറിയ സാമ്പത്തിക നഷ്ടങ്ങൾ ഉണ്ടെങ്കിൽ മാർച്ചോടുകൂടി സാമ്പത്തിക ലാഭം ആയില്യം നക്ഷത്രക്കാരെ നല്ലപോലെ ഒരു മാറ്റം ഉണ്ടാകും. അതായത് സാമ്പത്തിക ലാഭം ഒരുകാർക്ക് 20,000 രൂപ അല്ലെങ്കിൽ 30,000 രൂപ സാലറി കിട്ടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അവർക്ക് സാമ്പത്തിക ലാഭം ഉണ്ടാകും. അതായത് അനാവശ്യമായുള്ള ചെലവുകളൊന്നും നമുക്ക് ഉണ്ടാകത്തില്ല, അനാവശ്യമായുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകത്തില്ല. അപ്പം നമുക്ക് ആ കിട്ടുന്ന പൈസ നമുക്ക് സാമ്പത്തികത്തിന് വേണ്ടി കാര്യങ്ങൾക്ക് വേണ്ടി മാറ്റി വെക്കാം. അതാണ് ഉദ്ദേശിക്കുന്നത്. സാമ്പത്തിക നഷ്ടങ്ങൾ ഉണ്ടാകാതെ കിട്ടുന്ന പൈസ നമുക്ക് മാറ്റി വെക്കാനുള്ള കാര്യങ്ങൾ ഉണ്ടാകാതെ ആരും തെറ്റിദ്ധരിക്കരുത്. കാരണം നമ്മൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മൾ ജോലിക്ക് പോകാതെ ഒരു കാരണം വെച്ചാൽ നമുക്ക് പൈസ കിട്ടത്തില്ല. അപ്പം നമ്മൾ ജോലിക്ക് പോകണം. പിന്നെ അതേപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും ആയില്യം നക്ഷത്രക്കാർക്ക് അസുഖങ്ങളോ മറ്റുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ ഡോക്ടറെ പോയി കാണണം. അമ്പലത്തിൽ പോയി വഴിപാട് കഴിച്ച് അസുഖമൊന്നും മാറത്തില്ല, പൂജാതി കാര്യങ്ങളോട് അസുഖമൊന്നും മാറത്തില്ല. നമ്മൾ മരുന്ന് കഴിക്കണം. ഒപ്പം തന്നെ ഈശ്വരനോട് അസുഖം മാറുമെന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യണം. എല്ലാത്തിനും അതിൻ്റെ ആയിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യുന്നെങ്കിൽ മാത്രമേ നമുക്ക് ഈ പറയുന്ന ഫലം ഈശ്വരൻ തരത്തുള്ളൂ. ചില ആൾക്കാരൊക്കെ ഉണ്ട്, ആയില്യം നക്ഷത്രമാണ്, എന്നും അസുഖമാണ്, അവർ ഡോക്ടറെ പോയി കാണത്തില്ല, ഈശ്വരൻ അസുഖം മാറ്റുമെന്ന് പറഞ്ഞിരിക്കുക. അങ്ങനെ ചെയ്യുന്ന ആൾക്കാരൊക്കെ വിഡ്ഢികളാണ് എൻ്റെ അഭിപ്രായത്തിൽ. ഞാനിപ്പോൾ ഈ പറയുന്ന വീഡിയോകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, ഞാനിപ്പം 2 ഗ്ലാസ് വെള്ളം കുടിച്ചിട്ടാണ് ഇരിക്കുന്നത്. കാരണം വെള്ളം കുടിക്കാതെയും ഭക്ഷണം ചെയ്യാതെ ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ ക്ഷീണമായിരിക്കും. ഈശ്വരൻ രക്ഷിക്കുമെന്ന് പറഞ്ഞ് ഞാൻ ഇരിക്കുകയാണെങ്കിൽ ഞാനല്ല മണ്ടൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ കർമ്മങ്ങൾ, നിത്യമായിട്ടുള്ള കർമ്മങ്ങൾ യഥാപൂർവം ചെയ്യണം. തൊഴിലില്ലെന്ന് പറഞ്ഞ് നമ്മൾ വീട്ടിൽ ഇരിക്കരുത്. ഏതെങ്കിലും രീതിയിൽ തൊഴിൽ കണ്ടെത്താൻ ശ്രമിക്കണം. അപ്പം ദൈവാനുഗ്രഹത്താൽ നമ്മളെ തേടി നാലാദിക്കിൽ നിന്ന് തൊഴിലുകൾ വരും. അവിടെയാണ് ഈശ്വരൻ്റെ ഒരു അനുഗ്രഹം നമുക്ക് കിട്ടുന്നത്. ആയില്യം നക്ഷത്രക്കാർക്ക് ജോലി കിട്ടാതെയും കിട്ടിയ ജോലി പോകുന്നുള്ള രീതിയിലും, അതായത് നമ്മൾ ജോലിക്ക് പോയിട്ട് പല തടസ്സങ്ങൾ കൊടുത്തത് ആയില്യം നക്ഷത്രത്തെ പേടിക്കേണ്ടത്. നിങ്ങൾ പരിശ്രമിക്കൂ, നിങ്ങളുടെ കൂടെ ഈശ്വരൻ്റെ ഒരു അനുഗ്രഹം ഉണ്ടാകും. അപ്പം ആയില്യം നക്ഷത്രക്കാർക്ക് നിലവിലുള്ള വിദേശത്ത് പോകുന്ന ആൾക്കാർ, ജോലിക്ക് തടസ്സമായിട്ട് നിൽക്കുന്നവർ ഏകദേശം മാർച്ചോടുകൂടി ആ സമയത്തിൻ്റെ ഇതങ്ങ് മാറി അതിനുള്ള കാര്യങ്ങൾ തരുന്നതാണ്. അപ്പം അതിന് ആ ഒരു കാര്യങ്ങൾ സ്പീഡപ്പ് ആക്കാൻ വേണ്ടി ഞാൻ 1-2 വഴിപാട് കാര്യങ്ങളൊക്കെ പറയാം. അപ്പം നമ്മൾ കർമ്മം ചെയ്യുന്നതോടെ ഈശ്വരൻ്റെ ആയിട്ടുള്ള അനുഗ്രഹങ്ങൾ തന്ന് നമ്മുടെ കാര്യങ്ങൾ പെട്ടെന്ന് ശുഭകരമാവും. അതാണ് നമുക്ക് ഈശ്വരൻ്റെ അനുഗ്രഹമായിട്ട് കിട്ടുന്നത്. അത് എല്ലാവരും ഒന്ന് മനസ്സിലാക്കുക. അപ്പം അതിന് വേണ്ട കാര്യങ്ങൾ, ആയില്യം നക്ഷത്രങ്ങൾക്ക് തൊഴിൽപരമായിട്ട് എന്തെങ്കിലും തടസ്സമോ വിദേശത്ത് പോകാനുള്ള എന്തെങ്കിലും തടസ്സങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഉടൻ തന്നെ ഗണപതി ക്ഷേത്രത്തിൽ പോയിട്ട് മുക്കുറ്റി കൊണ്ട് ഗണപതി മന്ത്രം കൊണ്ട് 7 ബുധനാഴ്ച ഗണപതി ഹോമം ചെയ്യുക. അത് പ്രത്യേകം പറയണം. തിരുമേനെ കണ്ട് മുക്കുറ്റി കൊടുത്ത് ഗണപതി ഹോമം ചെയ്യാൻ പറയണം. മുക്കുറ്റി കൊണ്ട് ചെയ്യാൻ പറയണം, ഗണപതി മഹാമന്ത്രം കൊണ്ട്. അത് 7 ബുധനാഴ്ച ചെയ്യുമ്പോഴത്തേക്ക്, അപ്പോൾ തലേദിവസം ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഈ തൊഴിലിൻ്റെ തടസ്സവും വിദേശത്തൊക്കെ പോകാനുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ ഒരു തടസ്സമൊക്കെ മാറിക്കിട്ടുന്നതാണ്. ഒപ്പം തന്നെ മംഗല തടസ്സം പ്രശ്നമിടുന്ന ആയില്യം നക്ഷത്രക്കാർ ദേവീ ക്ഷേത്രത്തിൽ പോയി വെള്ളിയാഴ്ച ദിവസം പോയി ബാണേശ്വരി മന്ത്രം കൊണ്ട് അർച്ചനയോ ഹോമോ ചെയ്യുന്നതാണ്. അപ്പം ആയില്യം നക്ഷത്രക്കാർക്ക് വിവാഹപരമായിട്ട് തടസ്സങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു ബാണേശ്വരി മന്ത്രത്താൽ മാറുന്നതാണ്. ഒപ്പം തന്നെ ഗ്രഹനിലയിൽ 7 പാവഗ്രഹമാണെങ്കിൽ അതാത് രീതിയിലുള്ള ജ്യോത്സ്യന്മാരെ കണ്ട് വേണ്ടത്ര കാര്യങ്ങളും പരിഹാരങ്ങളും ചെയ്യുക. ഇപ്പോൾ 7 ചൊവ്വാദോഷം ഉണ്ടെങ്കിലും ബാണേശ്വരി ഹോമം ഉത്തമമാണ്. അതുപോലെ ഏത് പാവഗ്രഹങ്ങളാണോ നിൽക്കുന്നത്, അതുകൊണ്ട് ഈ ബാണേശ്വരി ഹോമം ചെയ്യുന്നത് ആയില്യം നക്ഷത്രക്കാർക്ക് വിവാഹ തടസ്സം മാറി. ഈ വർഷം ഏകദേശം ജനുവരി ഫെബ്രുവരി മാർച്ച് ഒക്കെ ആകുമ്പോഴത്തേക്ക് വിവാഹം നാലാദിക്കിന്ന് വരും. നാലാദിക്കിന്ന് ഞാൻ പറഞ്ഞത് നമ്മൾ മുമ്പ് പറഞ്ഞ ബ്രോക്കർമാർ ഇല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ നമ്മൾ പറഞ്ഞ ആൾക്കാരൊക്കെ അവർ നമുക്ക് അനുകൂലമായിട്ട് വരും ഈ ഒരു വഴിപാട് ചെയ്യുമ്പോഴത്തേക്ക്. ഒപ്പം തന്നെ നമ്മൾ അന്വേഷിക്കുകയും വേണം വിവാഹ കാര്യങ്ങൾ. ഒപ്പം തന്നെ ആയില്യം നക്ഷത്രക്കാർ ഏതെങ്കിലും വിധത്തിൽ അസുഖങ്ങൾ പറയുകയാണെങ്കിൽ ഡോക്ടറെ പോയി കാണുക, അടുത്തുള്ള വൈദ്യസഹായം നേടുക. അല്ലാതെ ക്ഷേത്രത്തിൽ പോയ അസുഖങ്ങളോ കാര്യങ്ങളോ ഒന്നും മാറത്തില്ല. പിന്നെ ചെറിയ ചെറിയ ശാരീരിക ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ക്ഷീണങ്ങളോ മറ്റുള്ള കാര്യങ്ങൾ നെഗറ്റീവ് എനർജി മാറ്റാൻ മഹാദേവ ക്ഷേത്രത്തിൽ പോയി
ജലധാര നടത്തുന്നതാണ്. ഒപ്പം തന്നെ ആയില്യം നക്ഷത്രത്തിൽ 2024 നിങ്ങൾ പൈസ സംബന്ധമായിട്ട് കാര്യങ്ങൾ കടം കൊടുക്കാനോ മറ്റുള്ളവർക്ക് വേണ്ടി ജാമ്യം നിൽക്കാനോ നിൽക്കരുത്. നിങ്ങൾക്ക് അവരിൽ നിന്നും ഏറ്റവും വലിയൊരു ശത്രുതാ മനോഭാവം ഉണ്ടാണ്. ഈ വർഷം പൈസ സംബന്ധമായിട്ട് വളരെ അധികം ആയില്യം നക്ഷത്രക്കാർ ശ്രദ്ധിക്കണം. പൈസ കടം കൊടുക്കാനോ മറ്റുള്ളവർക്ക് ജാമ്യം നിൽക്കാനോ, ഇപ്പോൾ പെങ്ങളാണ് ഇല്ലെങ്കിൽ അനിയനാണ് ഇല്ലെങ്കിൽ അമ്മാവിൻ്റെ മക്കളാണ്, അവർക്ക് പൈസ കടം കൊടുക്കുന്നില്ലെങ്കിൽ അവർക്ക് ലോണിന് വേണ്ടി നമ്മളെ ജാമ്യം നിർത്തുന്ന നമ്മുടെ വാഹനങ്ങൾ കൊടുത്തു വിടുക. അപ്പം നമ്മുടെ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യരുത്. അത് പിന്നെ സ്നേഹത്തെക്കാൾ കൂടുതലായിട്ട് ശത്രുതാ മനോഭാവത്തിന് കാരണം ഉണ്ടാകും. അപ്പം അവരായിരിക്കും ഈ വർഷത്തെ 2024 നിങ്ങളുടെ ആദ്യ ശത്രു. അപ്പം ഒരു പരിധി വരെ എല്ലാവരെയും സ്നേഹിക്കുക. ആർക്കും പൈസ കൊടുത്ത് സ്നേഹിക്കേണ്ട ആവശ്യമില്ല. അഥവാ നിങ്ങൾക്ക് സഹായിക്കണമെങ്കിൽ അവർക്ക് എന്ത് ഉപകാരമാണോ ചെയ്യേണ്ടത്. ഇപ്പോൾ ഗുളിക മേടിക്കാൻ പൈസ ഇല്ലെങ്കിൽ ചീട്ട് മേടിച്ചുകൊണ്ട് ഗുളിക മേടിക്കുക. അവരുടെ വീട്ടിൽ ആഹാരം വെക്കാൻ വഴിയില്ലേ, അടിയും സാധനങ്ങളും മേടിച്ചത്, അങ്ങനെയുള്ള സഹായങ്ങളാണ്. ചില പൈസ കൊടുത്ത് കടം കൊടുക്കരുത്. പാത്രം അറിഞ്ഞു വേണം പൈസ കൊടുക്കാൻ. അല്ലാതെ ചില ആൾ, അപ്പം നമുക്കൊരു ചിന്തയുണ്ട്, എന്നെ അവനൊരു ആവശ്യ സമയത്ത് സഹായിച്ചതാണ്, അപ്പം ഞാൻ അവന് പൈസ കൊടുത്തില്ലെങ്കിൽ ദോഷമുണ്ട്, അല്ലെങ്കിൽ ഈശ്വരൻ്റെ ഗുണിച്ച ആൾക്കാർ ചിന്തിക്കാറുണ്ട്. അങ്ങനൊന്നുമില്ല. ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മൾ ഒരാൾക്കൊരു പൈസ കൊടുക്കുമ്പോഴത്തേക്ക് കറക്റ്റ് സമയത്തിന് ആ വ്യക്തികളെ നമുക്ക് തിരിച്ചു തരണം. ഇല്ലെങ്കിൽ ആ വ്യക്തികൾ വിചാരിക്കണം എനിക്കൊരു ആവശ്യത്തിന് അവർ പൈസ തന്നതാണ്, അപ്പം ഞാൻ അവർ ചോദിക്കുന്നപ്പോൾ എനിക്ക് തിരിച്ചു കൊടുക്കേണ്ട ഒരു ഉത്തരവാദിത്വം അവർക്കും ഉണ്ട്, അല്ലേ? രണ്ടുപേർക്കും ഉണ്ട്. അപ്പം പൈസ സംബന്ധമായ കാര്യങ്ങൾ ആയില്യം നക്ഷത്രത്തിൽ വളരെ ശ്രദ്ധയോട് വേണം മുന്നോട്ട് പോകാൻ. ഒപ്പം തന്നെ വീട് പണി തടസ്സപ്പെട്ട് നിൽക്കുന്ന ആയില്യം നക്ഷത്രക്കാരുണ്ടെങ്കിൽ അടുത്തുള്ള വാസ്തുപരമായിട്ടുള്ള ദോഷങ്ങളോ കാര്യങ്ങൾ തീർക്കുക. ഒപ്പം തന്നെ പരിസരത്ത് കാവുകളുണ്ടെങ്കിൽ അവിടെ എണ്ണയ്ക്കും തിരിക്കും കൊടുക്കുകയോ പൈസ കൊടുക്കുകയോ ചെയ്യുക. ഒപ്പം തന്നെ ആയില്യം നക്ഷത്രത്തിൽ ഈ 2024 എല്ലാവരെക്കാട്ടിയും പോലെ തന്നെ ഗുണങ്ങളാണ്. ആർക്കും ദോഷങ്ങളോ പ്രശ്നങ്ങളോ ആയിട്ട് ഇരിക്കുന്നവരുണ്ടെങ്കിൽ ഒരു ജ്യോത്സ്യനെ കണ്ട് യഥാവിധി കർമ്മങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക, അതായിരിക്കും ഉത്തമം. ചില ആയില്യം നക്ഷത്രക്കാരുണ്ട്, കമൻറ്റുകൾ വരാറുണ്ട്, എനിക്ക് ഭയങ്കര പ്രശ്നം, ആയില്യം കൊള്ളത്തില്ലെന്ന്. അത് ഈ ജ്യോത്സ്യനെ പോയി കണ്ട്, ഇല്ലെങ്കിൽ എന്താണ് അവരുടെ പ്രശ്നം ഇല്ലെങ്കിൽ എന്നോട് പറയുക, ഇല്ലെങ്കിൽ അടുത്തുള്ള ഒരു തിരുമേനിയെ ജ്യോത്സ്യനെ പോയി കണ്ട് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ച് വഴിപാടുകളെ ചെയ്ത് മുന്നോട്ട്. ഒപ്പം തന്നെ ആയില്യം നക്ഷത്രക്കാർക്ക് ഈ വർഷത്തെ തടസ്സങ്ങൾ മാറാൻ വേണ്ടി നവഗ്രഹം ഇരിക്കുന്ന ക്ഷേത്രത്തിൽ പോയി 9 വലത്തിട്ട് നവഗ്രഹ അർച്ചന, നവഗ്രഹ ഹോമം, നവഗ്രഹ പൂജ മറ്റുള്ള കാര്യങ്ങളൊക്കെ നടത്താവുന്നതാണ്. അതപ്പോൾ ആയില്യത്തിൻ്റെ തലേദിവസം പോയി പറയുക. ഒപ്പം തന്നെ ഈ വരുന്ന വർഷം ആയില്യം നക്ഷത്രം എന്തുകൊണ്ടും ശുഭകരമാണ്. വീട് പണിയുടെയൊക്കെ തടസ്സം മാറും, വിവാഹം ആലോചനയുടെ തടസ്സം മാറും, ജോലി കിട്ടും, മനസ്സിലെ പ്രയാസങ്ങൾ. അപ്പോൾ ആയില്യം നക്ഷത്രക്കാർ ശ്രദ്ധിക്കേണ്ടവരും പൈസ സംബന്ധമായിട്ട് കാര്യങ്ങൾ ആരായിട്ട് നടത്തരുത്, വളരെ ശ്രദ്ധിക്കണം. ഒപ്പം തന്നെ നമുക്ക് എല്ലാ കാര്യത്തിനും തടസ്സം മാറാൻ വേണ്ടിയാണ് നവഗ്രഹ പൂജ ചെയ്യുന്നത്. നവഗ്രഹ പൂജ ചെയ്യുമ്പോഴത്തേക്ക് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് മാറ്റം ഉണ്ടാകാനാണത്. ഭക്തജനങ്ങൾ അത് ചെയ്തിട്ട് കണ്ടൊന്ന് വിവരം പറയണം, ഇല്ലെങ്കിൽ കമൻറ്റ് വിടണം. ഇപ്പോൾ അടുത്ത ആയില്യത്തിന് മുമ്പ് നവഗ്രഹ പൂജ ചെയ്യണം. അത് 2 മാസം കഴിയുമ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി മാറ്റങ്ങൾ നമുക്ക് കണ്ടറിയാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക. ഞാൻ മറ്റൊരു വീഡിയോ വരുന്നതാണ്. നമസ്കാരം.